Hi friends, ചെറിയാണ്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ വിത്ത് ചെറി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTSൻ്റെ 4 സബ് ടെസ്റ്റുകളിൽ ഒന്നായ ലിസണിംഗ് ടെസ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ലിസണിംഗ് ടെസ്റ്റ്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് സാധാരണ ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്? എന്തൊക്കെയാണ് നാം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇതിൻ്റെ മെത്തേഡ്, ഇതൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടൻറ്റ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദ ഫ്യൂച്ചർ വീഡിയോസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലിസണിംഗ് സബ് ടെസ്റ്റ്. IELTS ലിസണിംഗ് ടെസ്റ്റ് എന്താണ്? ലിസണിംഗ് ടെസ്റ്റിനകത്ത് 4 പാർട്സ് ഉണ്ടാകും. ഈ 4 പാർട്സ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് മെറ്റീരിയൽ എടുത്താൽ ഒരു പക്ഷേ കാണുന്നത് 4 സെക്ഷൻസ് എന്നായിരിക്കും. ആദ്യം ഇത് അറിയപ്പെട്ടിരുന്നത് 4 സെക്ഷൻസ് എന്നായിരുന്നു. റീസെൻ്റ്ലിയാണ് അതിൻ്റെ പേര് പാർട്സ് എന്നാക്കി മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പഴയ പ്രാക്ടീസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ ആകേണ്ടതില്ല. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഓരോ പാർട്സിലും 10 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. ടോട്ടൽ 4 പാർട്സിലെല്ലാം ചേർത്ത് 40 ക്വസ്റ്റ്യൻസ്. ഈ 40 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്ന ഓഡിയോയിൽ ഉണ്ടാകും. അങ്ങനെ ആ ആൻസേഴ്സ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതെങ്ങനെ ചെയ്യാം? നോർമലി ചില പ്രശ്നങ്ങൾ വരാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ഒന്നാമത്തത് ഏകാഗ്രത, കോൺസെൻട്രേഷൻ. ഒത്തിരി പേര് പറയുന്നൊരു പ്രശ്നമാണ് IELTS ലിസണിങ് ചെയ്തുകൊണ്ടിരിക്കാതെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ ഓഡിയോനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് മറ്റെന്തോ ആലോചനകളിലേക്ക് വഴുതിപ്പോകും. ഇത് പലപ്പോഴും നമ്മുടെ സ്കോർ കുറയ്ക്കാൻ കാരണമാകാറുണ്ട്. എന്ന് വെച്ചാൽ ഓഡിയോ ഫോളോ ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി എഴുതാൻ സാധിക്കാതെ വരും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. വേറെ അതിന് ഓപ്ഷനില്ല. ഒത്തിരി പ്രാക്ടീസ് ആവശ്യമാണ് ലിസണിങ് ചെയ്യുന്നതിന്. ഒത്തിരി ലിസണിങ് കേട്ടാണ് നമുക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി വരിക. നമുക്ക് അവരുടെ ആക്സെൻറ്റ് ഫോളോ ചെയ്യുകയും കൂടി വേണം. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ആക്സെൻറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ഓഡിയോസ് കേൾക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത് ഓഡിയോൻ്റെ ആ സ്പീഡിൽ ഒപ്പം എത്താൻ സാധിക്കാതെ വരിക. പലരും പറയാറുണ്ട് സ്പീഡ് കൂടുതലാണ്, അവർ പറയുന്ന പല ആൻസേഴ്സും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇതിനും ഒരു സൊല്യൂഷനുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പലർക്കും ഇന്ന് അറിയില്ല. ലിസണിംഗ് ടെസ്റ്റ് IELTSനകത്ത് നാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മുടെ ആൻസേഴ്സ് എഴുതേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഒരു കാരണവശാലും ആൻസർ ഷീറ്റിൽ എഴുതരുത്. അതെന്തിനാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഓഡിയോൻ്റെ സ്പീഡിൽ ഒപ്പം എത്തണമെങ്കിൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നോക്കാൻ സാധിച്ചെന്ന് വരില്ല. ഫുൾ സ്പെല്ലിങ്സ് എഴുതാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കേൾക്കുന്ന ആൻസേഴ്സ് ക്വസ്റ്റ്യന് നേരെ ഷോർട്ട് ഫോമിൽ റണ്ണിങ് ലെറ്റേഴ്സിൽ ഏറ്റവും കുറച്ച് സമയമെടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് ആ ഓഡിയോ ഫോളോ ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും മിസ്സാകാതെ എഴുതിയെടുക്കാനും സാധിക്കും. അടുത്തതായി ഒത്തിരി പേരുടെ ഒരു പ്രശ്നമാണ് ഹാൻഡ് റൈറ്റിങ്ങും സ്പെല്ലിങ്സും. ഹാൻഡ് റൈറ്റിംഗ് തീർച്ചയായിട്ടും കാര്യമായ വ്യത്യാസങ്ങൾ നമ്മുടെ സ്കോർ കാർഡിൽ ഉണ്ടാക്കും. കാരണം ലിസണിംഗ് ടെസ്റ്റ് IELTSനകത്ത് വരുന്ന ലിസണിംഗ് സബ് ടെസ്റ്റ് കമ്പ്യൂട്ടർ വാല്യുവേഷനാണ്. ഓക്കെ, എക്സാമിനേഴ്സ് അല്ല ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്കോർ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടേഴ്സിന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാം എഴുതുന്ന ആൻസേഴ്സ് ഇൻ്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് ലിപിയിലുള്ളതായിരിക്കണം. പലപ്പോഴും നാം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നാം എഴുതുന്ന പല ലെറ്റേഴ്സും ഇംഗ്ലീഷ് ലിപിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ലെറ്റേഴ്സുമായിട്ട് ഒത്തിരി വ്യത്യാസം വരുന്നതായിരിക്കും. ഇതെല്ലാം നമ്മുടെ സ്കോർ കുറയ്ക്കാൻ കാരണമാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിലേക്ക് കടക്കാം. IELTS ലിസണിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി ഇൻസ്ട്രക്ഷൻസ് വായിച്ചിരിക്കണം. ഏതൊരു ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. കാരണം ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നാം എഴുതേണ്ട ആൻസറിൽ എത്ര വേർഡ്സ് വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് ചില സാഹചര്യങ്ങളിൽ 1 വേർഡ് ആൻസേഴ്സ് ആയിരിക്കാം, ചില സാഹചര്യങ്ങളിൽ നോ മോർ ദാൻ 2 വേർഡ്സ് എന്നായിരിക്കാം, ചില സാഹചര്യങ്ങളിൽ നോ മോർ ദാൻ 3 വേർഡ്സ് എന്നായിരിക്കാം. ഓർ എ നമ്പർ എന്നും വരാം. ആൻഡ് ഓർ എ നമ്പർ എന്നാണ് സാധാരണ വരുന്നത്. എന്ന് വെച്ചാൽ നാം എഴുതുന്ന ആൻസറിൽ വേർഡ്സും നമ്പേഴ്സും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേർഡ്സ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും വായിക്കണം. രണ്ടാമത്തെ കാര്യം, നാം എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും അല്ലെങ്കിൽ എന്ത് കാറ്റഗറിയിൽ പെട്ടതായിരിക്കുമെന്ന് ചെറിയൊരു ഗസ്സിംഗ് വർക്ക് നടത്തി നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സർനെയിം ആണോ
അതോ ഒരു അഡ്രസ്സ് ആണോ, ഒരു സ്ട്രീറ്റ് നെയിം ആണോ, അതോ ഒരു നമ്പർ ആണോ, അമൗണ്ട് ആണോ, ഇയർ ആണോ, മന്ത് ആണോ, ഇതിലേതാണോ നമുക്ക് അന്വേഷിക്കേണ്ടത് ഓഡിയോയിൽ എന്നുള്ളത് നാം ഓഡിയോ കേൾക്കുന്നതിന് മുമ്പേ ഒരു ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽപ്പെട്ട വേർഡ് കാണുമ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നാം എസ്പെഷ്യലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കുമ്പോൾ അതിൽ ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ടാകും. ഇനി എന്താണ് ഒരു ഡിസ്ട്രാക്ടർ? ഒരു ലിസണിംഗ് ടെസ്റ്റിൽ ഒരു ഡിസ്ട്രാക്ടർ എന്ന് പറയുന്നത് നാം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കാണുന്ന ഓപ്ഷൻസ്, അതിൽ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ ക്വസ്റ്റ്യനിൽ ഒരു ആൻസർ ആയിരിക്കും ശരിയായിട്ടുള്ളത്, മറ്റുള്ള 2 or 3 ഓപ്ഷൻസ് തെറ്റായിരിക്കും. പക്ഷേ ഈ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ശരിയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഓഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകും. അതായിരിക്കും നാം ഒരു ഡിസ്ട്രാക്ടർ എന്ന് കണക്കിലെടുക്കുന്നത്. ഡിസ്ട്രാക്ടർ എന്ന് വെച്ചാൽ റോങ് ആൻസർ ആയിരിക്കാം, പക്ഷേ നമുക്കത് ശരി ആൻസർ ആണ് എന്ന് ടെംപ്റ്റേഷൻ വരുന്ന തരത്തിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ അത് തീർച്ചയായിട്ടും നാം കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊറ്റ മാർഗമുള്ളത് മീനിങ് വൈസ് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഓഡിയോയിൽ കേട്ടു എന്ന് കരുതി ശരി ആൻസർ ആവണമെന്നില്ല. പകരം അതിൻ്റെ മീനിങ് വൈസ് നോക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ, സൂട്ടബിൾ ആണെങ്കിൽ അത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിരിക്കും. അപ്പോൾ ഡിസ്ട്രാക്ടേഴ്സ്, ബി മൈൻഡ്ഫുൾ അബൌട്ട് ഇറ്റ്. അടുത്തതായി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് വവൽ സൗണ്ട്സ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എസ്പെഷ്യലി ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആ ഗ്യാപ്പിന് മുമ്പ് വരുന്ന വേർഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കും. വേർഡ് ആണെങ്കിൽ നമുക്കത് വെച്ച് ഗസ് ചെയ്യാം എന്താണ് അവിടെ മിസ്സിങ്. നൗൺ ആണോ, വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വേർബ് ആണോ. അത് നാം ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നുണ്ട്, പ്രഡിക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ബ്ലാങ്കിന് മുമ്പ് ഒരു ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ ദ. അതിൽ എ ആണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അതിനുശേഷം വരുന്നൊരു നൗണാണ്, അത് സിംഗുലർ ആണ്, അതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉറപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, തന്നിരിക്കുന്ന ആർട്ടിക്കിൾ എ ആയതുകൊണ്ട് ആ ബ്ലാങ്കിൽ വരുന്ന നൗൺ ഒരു കാരണവശാലും വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ എ എന്ന ആർട്ടിക്കിളിന് പകരം ആൻ വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഒരു ഗസ്സിംഗ് വർക്കും കൂടി നടത്തിയതിന് ശേഷം മാത്രമേ നാം ഓഡിയോ കേൾക്കാനായിട്ട് പോകാവൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സെക്കൻഡ്സേ തരികയുള്ളൂ, 1 മിനിറ്റ് പോലും നമുക്കുണ്ടാവില്ല. നോർമൽ കേസിൽ പാർട്ട് 1, പാർട്ട് 2-ലെല്ലാം നമുക്കൊരു 20 to 30 seconds ആണ് കിട്ടുക. ഈ 30 സെക്കൻഡ്സിനുള്ളിലാണ് നാം ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എപ്പോഴും നമ്മളെ പെർഫെക്ഷനിലേക്ക് നയിക്കും, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഓഡിയോ കേൾക്കുക. ഓഡിയോ കേൾക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റഫായിട്ട് എഴുതി പോവുക. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ ടിക്ക് ചെയ്ത് പോവുക, ആൻസേഴ്സ് എഴുതേണ്ടതില്ല. അതിനുശേഷം 40 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അടങ്ങുന്ന ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം കിട്ടും. ഈ 10 മിനിറ്റ് സമയത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ റഫായിട്ട് എഴുതിയിരിക്കുന്ന എല്ലാ ആൻസേഴ്സും ആൻസർ ഷീറ്റിലേക്ക് നീറ്റായിട്ട് കോപ്പി ചെയ്ത് എഴുതാവുന്നതാണ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വെട്ടും തിരുത്തും വരാൻ പാടില്ല, ഓവർ റൈറ്റിംഗ് വരാൻ പാടില്ല. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയാൽ നല്ലത്. ഇനി എന്തുകൊണ്ടാണ് എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽസിൽ എഴുതാൻ പറയുന്നത് അല്ലെങ്കിൽ അപ്പർ കേസിൽ എഴുതാൻ പറയുന്നത്? കാരണം പലപ്പോഴും പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ ലിസ്ണിംഗ് ആൻസേഴ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ അപ്പർ കേസ് എഴുതും. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. അങ്ങനെ വന്നാൽ നമ്മുടെ എല്ലാ ആൻസേഴ്സും തെറ്റായിരിക്കും. കാരണം ഒരു സെൻറ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാരണവശാലും വേർഡ്സ് നമ്മൾ ക്യാപിറ്റലിൽ തുടങ്ങില്ല. ഇനി എഴുതുന്ന ആൻസർ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒരു ആളുടെ പേരോ അങ്ങനെ ഒരു പ്രോപ്പർ നൗൺ ആണെങ്കിൽ മാത്രം അത് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്നു. ഇല്ലാത്ത പക്ഷം എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുക. ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഒരു സജഷൻ കൊടുക്കുന്നത്. എല്ലാ ആൻസേഴ്സിൻ്റെയും എല്ലാ ലെറ്റേഴ്സും അപ്പർ കേസിൽ എഴുതാം, എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലിസണിംഗ് ടെസ്റ്റ് പൂർത്തിയായി, നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ലൊരു സ്കോർ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലിസണിംഗ് ടെസ്റ്റ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഉള്ളതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും താങ്ക് യു വെരി മച്ച് and have a good day. Take care.